സ്ക്വയേഴ്സ് എന്ന ചാപ്റ്ററിലെ അടുത്ത സെക്ഷനാണ് ഡെസിമൽ സ്ക്വയേഴ്സ്, അതായത് ദശാംശ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ. നമ്മൾ നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചതുപോലെ തന്നെ ഡെസിമൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 3.7ൻ്റെ സ്ക്വയർ എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബോക്സ് വരച്ച് ചെയ്യാം. ഇവിടെ നമ്മൾ 3.7നെ 3 എന്നും 0.7 എന്നുമാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. 3 + 0.7 എന്താണ്? 0.7 3.7 അല്ലേ? ആദ്യത്തെ ബോക്സിൽ എന്ത് വരും? 3 × 3 9. അടുത്ത ബോക്സിലോ 3 × 0.7. എന്താണ് 3 × 0.7? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പോയിന്റ് മാറ്റിയിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 3 × 7. 3 × 7 എന്താണ്? 21 ആണല്ലേ? ഇനി നമുക്ക് എന്ത് കൊടുക്കാം? പോയിന്റ് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ നമ്പറിൽ പോയിന്റ് ഒന്നും തന്നെ ഇല്ല. രണ്ടാമത്തെ നമ്പറിൽ എന്തുണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ സൊല്യൂഷനകത്ത് എന്ത് വേണം? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ വേണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. നമുക്ക് എന്താ ആൻസർ കിട്ടുന്നേ? 2.1 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഞാൻ ഇവിടെ എഴുതി 2.1. ഇവിടെ അത് തന്നെ ആയിരിക്കുമല്ലോ. 3 × 0.7 2.1. ഇനി 0.7 × 0.7 നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് മാറ്റി തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. 7 × 7 എന്താണ്? 49 ആണ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ട്, അതുപോലെ ഇവിടെ എന്തുണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ട്. സൊല്യൂഷനിൽ മൊത്തം പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് വേണം. നമ്മുടെ സൊല്യൂഷൻ എന്താ? 0.49. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11.1. ഇവിടോ 2.59. ഇനി നോക്കാം നമുക്ക് എങ്ങനെ ആഡ് ചെയ്യുന്നത് നോക്കാം. 9ഉം 2.1ഉമാണ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ 9ന് നേരെ താഴെ വേണം 2 എഴുതാൻ, കാരണം പോയിന്റ്. 9ന് നമുക്ക് 9.0 എന്ന് എഴുതി കൂടെ? ഈ പോയിന്റ് അല്ല, ഒരേ പൊസിഷനിൽ വരണം. ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 1. ഇവിടെ 9 2 11. ഇനി അടുത്ത ആഡ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. 2.1 0.49. കണ്ടോ? ഈ പോയിന്റ് എല്ലാം ഒരേ പൊസിഷനിൽ വരണം. ഇവിടെ 1 കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ 0 ഇട്ട് കൊടുക്കാം. 0 ഇട്ട് കൊടുത്താലും വാല്യൂവിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 9 ആണ്, 5, ഇവിടെ 2. എന്നിട്ട് 2.59 കിട്ടുമല്ലോ. ഇനി നമുക്കിത് ആഡ് ചെയ്യാം. ഇവിടെ 9 വരും, 6 13.69. അതായത് 3.7ൻ്റെ സ്ക്വയർ എന്താണ്? 13.69. ഇനി ബോക്സ് വരയ്ക്കാത്തത് എങ്ങനെ ചെയ്യാം? 3.7ൻ്റെ സ്ക്വയറിന് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? 3 + 0.7 ദി ഹോൾ സ്ക്വയർ. നേരത്തെ ചെയ്തതുപോലെ ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് 2 × ആദ്യത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ പ്ലസ് രണ്ടാമത്തെ നമ്പറിൻ്റെ സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ 9 ആണ്. അതുപോലെ 2 × 3 എന്താണ്? 2 × 3 6 ആണ്. 6 × 7 42. 6 × 7 42 അല്ലേ? പക്ഷെ ഇവിടെ പോയിന്റ് ആയിട്ടൊരു നമ്പർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും. 4.2 പ്ലസ് ഇവിടെ 0.7ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.7 × 0.7. നമുക്ക് എന്താ കിട്ടിയത്? 0.49. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 9 4.2 0.49. ജസ്റ്റ് 0 ഇട്ട് ആ ഒരു പൊസിഷൻ ഫില്ല് ചെയ്തതേ ഉള്ളൂ. ആഡ് ചെയ്യുമ്പോൾ 9 വരും. 4 2 എന്താണ്? 6 ആണ്. 9 4 13. എന്ത് തന്നെ കിട്ടി നമുക്ക്? ഈ 13.69 തന്നെ കിട്ടി. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 13 കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2.3യുടെ സ്ക്വയർ കണ്ടുപിടിക്കുക. 2.3 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 2 + 0.3 സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് സെൽസ്, അതായത് ബോക്സ് വരയ്ക്കാതെ തന്നെ ചെയ്യാം. ഇപ്പം നിങ്ങളടുത്ത് ഫൈൻഡ് ദി സ്ക്വയർ ബൈ ഡ്രോയിങ് സെൽസ് എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ആ ബോക്സ് വരച്ച് തന്നെ ചെയ്യണം കേട്ടോ. ഇനി സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആയാലും കുഴപ്പമില്ല, ബോക്സ് വരച്ചും അല്ലാതെയും ചെയ്യാം. ഇനി അവരെടുത്ത് ചോദിക്കുവാണ് ഡ്രോയിങ് സെൽസ് എന്ന് തന്നെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബോക്സ് വരച്ച് തന്നെ ചെയ്യണം. ഇവിടെ 2.3യുടെ സ്ക്വയർ 2 + 0.3 ദി ഹോൾ സ്ക്വയർ.
ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ. രണ്ടിൻ്റെ സ്ക്വയർ 4 2 ഇൻറ്റു 2 എന്താണ് 4 ഇൻറ്റു 3 12. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഇല്ലേ, അത് നമ്മുടെ സൊല്യൂഷനകത്തും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ വേണം. സോ 1.2 എന്ന് എഴുതി പ്ലസ് 0.3യുടെ സ്ക്വയർ. 3 ഇൻറ്റു 3 എന്താണ് 9 ആണ് അല്ലേ. 0.3 ഇൻറ്റു 0.3 എന്ന് വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് മൊത്തം എത്ര നമ്പർ വേണം? ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, അതിന് മൊത്തം 2 നമ്പർ വേണം. ഇവിടെ 9 മാത്രമല്ല ഉള്ളൂ, അങ്ങനെ ഞാൻ ഒരു 0 ഇട്ട് കൊടുത്തു, പോയിന്റ് കൊടുത്തു. 0.09. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 4 1.2 0.09. നമ്പർ ഇല്ലാത്ത പോർഷൻസ് 0 കൊടുത്തൊന്ന് ഫില്ല് ചെയ്തു, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി മാത്രം. ഇവിടെ ആഡ് ചെയ്യുമ്പം 9 ആണ്, 2 ഇവിടെ 6. ആൻസർ എന്താ 6.29. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 8.7ന്റെ സ്ക്വയർ 8 പ്ലസ് 0.7 ദി ഹോൾ സ്ക്വയർ. ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ അതായത് 8ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ. 8ന്റെ സ്ക്വയർ എന്താണ്? 8 ഇൻറ്റു 8 എത്രയാണ്? 64. 2 ഇൻറ്റു 8 16. 16 ഇൻറ്റു 7 16 ഇൻറ്റു 7 എന്താ 112 ആണ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഇല്ലേ, അതായത് നമുക്ക് 112 എന്ന് എഴുതാൻ പറ്റുമോ? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ വേണം. അതുകൊണ്ട് ഞാൻ 11.2 എന്ന് എഴുതി പ്ലസ് 0.7ന്റെ സ്ക്വയർ എന്താ 7 7 49 അല്ലേ, 0.49. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 64 11.2 0.49. ആഡ് ചെയ്യുമ്പം ഇവിടെ 9 വരും, 6 വരും, 5 വരും, 7 വരും. എന്താണ് ആൻസർ? 75.69. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 10.1ന്റെ സ്ക്വയർ. 10.1 നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 10 പ്ലസ് 0.1 ദി ഹോൾ സ്ക്വയർ. ഇവിടെയും ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ. 10ന്റെ സ്ക്വയർ എന്താണ് 100 ആണ് പ്ലസ് 2 ഇൻറ്റു 10 20. 20 ഇൻറ്റു 1 20 ഇൻറ്റു 1 20 തന്നെയാണല്ലോ. പക്ഷേ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഇല്ലേ, സോ ഞാൻ 2.0 എന്ന് എഴുതി. 2.0 എന്ന് വെച്ചാൽ 2 എന്ന് തന്നെയാണ് കേട്ടോ അർത്ഥം. പ്ലസ് 0.1ന്റെ സ്ക്വയർ അതായത് 1ന്റെ സ്ക്വയർ 1 ആണ്. നമുക്ക് 0.1 ഇൻറ്റു 0.1 എന്ന് എഴുതുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നമ്പർ ഉണ്ട്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ട്. മൊത്തം പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ വേണം. അതുകൊണ്ട് ഞാൻ ഇവിടെ 0 ഇട്ട് കൊടുക്കുന്നു. 0.01 എന്ന് വരും. ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് 100 പ്ലസ് 2. 2.0 എന്ന് വെച്ചാൽ 2 തന്നെയാണല്ലോ. 2 പ്ലസ് 0.01. ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് 1 0 2 102.01 എന്ന് കിട്ടും. ഇനി ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ അതിനകത്തുണ്ട്. ഫോർത്ത് വൺ 12.5ഉം ഫിഫ്ത്ത് വൺ 15.7. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.